കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായി. രാവിലെ 9:40 ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് പൊങ്കാലക്കളത്തിലെ പണ്ടാര അടുപ്പിലേക്ക് തീ പകർന്നു. ഉച്ചയ്ക്ക് 2:15 ദേവിയുടെ ഉടവാൾ പൊങ്കാലക്കളത്തിൽ എഴുന്നള്ളിച്ച് പൊങ്കാല തർപ്പണം നടക്കും. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, അങ്ങനെ പൊങ്കാല നിറവിലാണ് കരിക്കകം. അഷ്ടൈശ്വര്യങ്ങളും തേടി ദേവിയുടെ തിരുസന്നിധിയിലേക്ക് അങ്ങനെ ഭക്തസഹസ്രങ്ങൾ ഒഴുകിയെത്തിയിരിക്കുന്ന കാഴ്ചയാണ്. വിവരങ്ങൾ. നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അഷ്ടൈശ്വര്യ സിദ്ധിക്ക് വേണ്ടിയിട്ട് ഭക്തലക്ഷങ്ങൾ അങ്ങനെ കരിക്കകത്തമ്മയെ തൊഴാനും അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനും ഒക്കെ എത്തി. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നതുപോലെ ക്ഷേത്ര ദർശനം തുടരുകയാണ്. ഇപ്പോൾ 2:15 ആ ഒരു ശുഭമുഹൂർത്തത്തിനായി കാത്തിരിക്കുകയാണ് ക്ഷേത്ര പരിസരം, ഒപ്പം തന്നെ ഈ ഒരു കരിക്കകം ദേശം എന്നുള്ളത്. കാരണം കഴിഞ്ഞ ഒരു വർഷത്തെ കാത്തിരിപ്പിന്റെ ഏറ്റവും അവസാനം കുറിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ആ പൊങ്കാലയുടെ അവസാന മണിക്കൂറിലേക്ക് കരിക്കകം ക്ഷേത്രം കടക്കുകയാണ്. 2:15 ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും ഉടവാൾ ദേവിയുടെ ഉടവാൾ ഈ ഒരു പൊങ്കാലക്കളത്തിൽ എത്തിക്കുന്നതോടു കൂടിയാണ് ഈ ഒരു പൊങ്കാല സമർപ്പണം അല്ലെങ്കിൽ തർപ്പണ ചടങ്ങുകൾ നടക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾക്കൊപ്പം ക്ഷേത്ര ട്രസ്റ്റ് സെക്രട്ടറി കൂടി ചേരുകയാണ്. ചേട്ടാ, ഇപ്പോൾ അവസാനഘട്ട ഒരുക്കത്തിലേക്കും തയ്യാറെടുപ്പിലേക്കും ഒക്കെ കടന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ്, എത്ര ശാന്തിക്കാരെയൊക്കെയാണ് നമ്മൾ നിയോഗിച്ചേക്കുന്നത്? 75ഓളം ശാന്തിക്കാർ റെഡിയായി കഴിഞ്ഞു. അവർക്ക് വേണ്ട തർപ്പണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം നടന്നു വരികയാണ്. കൃത്യം 2:15 മണിക്ക് തന്നെ തർപ്പണത്തിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കും. ആ തർപ്പണം ഇതൊരു കരിക്കകം പ്രദേശത്തുള്ള ഏകദേശം ഒരു 3-4 കിലോമീറ്റർ ചുറ്റളവിൽ പൊങ്കാലയുണ്ട്. പൊങ്കാലയിട്ട എല്ലാ സ്ഥലങ്ങളിലും തർപ്പണം നടത്തുന്നതിനുള്ള സംവിധാനങ്ങളെല്ലാം ക്ഷേത്ര ട്രസ്റ്റ് ഒരുക്കിയിട്ടുണ്ട്. വളരെ ചൂടാണ്, ചൂട് കൂടി നിൽക്കുകയാണ്. അപ്പോൾ ഒരു കുറ്റമറ്റ രീതിയിൽ പൊങ്കാല നടത്താൻ കമ്മിറ്റിക്ക് കഴിഞ്ഞു എന്നൊരു ആത്മസമർപ്പണം നിങ്ങൾക്കുണ്ടല്ലേ? തീർച്ചയായും വളരെയധികം ചൂടുള്ള സമയമാണ്. എന്നിരുന്നാലും എല്ലാ ഭക്തജനങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള പന്തലുകൾ, ഏറ്റവും വലിയ അന്നദാന മണ്ഡപം, ഇവിടങ്ങളിലെല്ലാം ഭക്തജനങ്ങളെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് ക്ഷേത്രത്തിനകത്തും ചുറ്റിലുമായി, കൂടാതെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഈ നാട്ടിലെ ജനങ്ങളോട് എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതിയാവില്ല. എല്ലാ വീടുകൾ തന്നെ തുറന്നിട്ട് കൊടുക്കുന്നു, ഗേറ്റുകൾ തന്നെ തുറന്നിട്ട് കൊടുക്കുന്നു. അവരെ വീട്ടിലെ വാഹനങ്ങൾ ദൂര സ്ഥലങ്ങളിൽ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് പൊങ്കാലയ്ക്ക് വരുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സംവിധാനം ചെയ്തു കൊടുക്കുന്നു. വിഭവസമൃദ്ധമായ സദ്യ എല്ലാ ജനങ്ങളും കൊടുക്കുന്നു. അങ്ങനെ ഏക മനസ്സോടുകൂടി ഒരു നാട് ഒന്നിച്ച് നടത്തുന്ന ഒരു ഉത്സവമാണ്. പക്ഷേ കരിക്കകം ചാമുണ്ഡി ക്ഷേത്ര ട്രസ്റ്റാണ് നടത്തുന്നതെങ്കിലും ട്രസ്റ്റ് മാത്രമല്ല, ഒരു നാട് നടത്തുന്ന ഉത്സവമായിട്ടാണ് ഇത് കാണുന്നത്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു നാടിന്റെ ഉത്സവമാണ്. ആ ഉത്സവത്തിന് ഇന്ന് വൈകിട്ടോടു കൂടി അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. ഏപ്രിൽ 3-ാം തീയതിയാണ് ഉത്സവത്തിന് കൊടിയേറി. ഇന്നിപ്പോൾ അതിന്റെ 7ാം ദിവസമാണ്. ആ 7ാം ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട, അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട നാളാണ്. മീനമാസത്തിലെ മകം അമ്മയുടെ നാളെന്ന് കരുതപ്പെടുന്നു, ആചരിക്കപ്പെടുന്ന ദിവസമാണ്. ആ ദിവസമാണ് ഇന്ന് അമ്മയ്ക്ക് എല്ലാവരും ഇഷ്ടകാര്യസിദ്ധിക്കും, ഒപ്പം തന്നെ ആഗ്രഹ സബലീകരണത്തിനും, ഒപ്പം തന്നെ രോഗങ്ങൾ മാറാൻ വേണ്ടിയിട്ടൊക്കെ വഴിപാടുകൾ നൽകിയ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട വഴിപാടുകളൊക്കെ നൽകിയ പൊങ്കാല അർപ്പിച്ച് കാത്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ ഒരു പണ്ടാര അടുപ്പാണ്. ആ പണ്ടാര അടുപ്പ് ഇനി കാത്തിരിക്കുന്നത് ആ ഒരു ഉടവാൾ ഈ ഒരു സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ പൊങ്കാല കളത്തിലേക്ക് എത്താനുള്ള ആ ഒരു അവസാനഘട്ട മണിക്കൂറിലേക്കാണ്. എന്തായാലും ആ ഒരു ഉടവാൾ ഇവിടെ എത്തുന്നതോടുകൂടി പൊങ്കാല നിവേദ്യ ചടങ്ങുകൾ, അല്ലെങ്കിൽ പൊങ്കാല തർപ്പണ ചടങ്ങുകൾ നടക്കും. ആ ഒരു മണിക്കൂറിനായി കാത്തിരിക്കുകയാണ്. ഇപ്പോഴും ഇങ്ങോട്ടേക്കുള്ള ഒഴുക്ക്, രാവിലെ ക്ഷേത്രം നട തുറന്നപ്പോൾ മുതലുള്ള ആ ഒരു ക്ഷേത്ര ദർശനത്തിനുള്ള ഒഴുക്ക് ഈ മണിക്കൂറിലും തുടരുകയാണ്. ഇപ്പോൾ ഇവിടെ എത്തി പൊങ്കാലയ്ക്ക് അർപ്പിച്ച് അമ്മയെ തൊഴുത് അമ്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങി അമ്മയോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അവരുടെ പൊങ്കാല അടുപ്പിന്റെ സമീപത്തെത്തി പൊങ്കാല നിവേദ്യ ചടങ്ങുകൾ പൂർത്തിയാക്കി തിരികെ വീടുകളിലേക്ക് മടങ്ങുക. പിന്നെ ഒരു വർഷം നീണ്ട കാത്തിരിപ്പാണ് അമ്മയുടെ മുൻപിലെത്തി ഈ മീനം മാസത്തിലെ മകം നാളിനായി. എന്തായാലും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. കുറ്റമറ്റ രീതിയിൽ ക്ഷേത്രത്തിലെ ഈ ഒരു ഉത്സവം 7 ദിവസം നടത്താൻ കഴിഞ്ഞൊരു ആത്മസമർപ്പണം, ആത്മസന്തോഷത്തിലും ഒക്കെയാണ് ട്രസ്റ്റ് ഭാരവാഹികൾ ഉള്ളത്. 7ാം ദിവസമാണ് ഇന്ന് വൈകിട്ട് ഗുരുതി അർപ്പണം അടക്കമുണ്ട്. അതടക്കം പൂർത്തീകരിച്ചാണ് ഈ ഒരു 7 ദിവസം നീണ്ടുനിന്ന മഹാ ഉത്സവത്തിന് കൊടിയിറങ്ങാൻ പോകും. എന്തായാലും കാത്തിരിക്കുകയാണ് ആ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷത്തിലേക്ക്. വാദ്യമേളങ്ങളുടെയും വായ്ക്കുരവുകളുടെയും ശരണമികളുടെയും മന്ത്രമുഖരിതമായ ആ ഒരു അന്തരീക്ഷത്തിനായി, ഒപ്പം തന്നെ പൊങ്കാല തർപ്പണ ചടങ്ങുകൾക്കായി. നീലിമ. ശാലിനി, 2:15 നിവേദ്യം. ഇപ്പോൾ എങ്ങനെയാണ് കാലാവസ്ഥ? കാരണം മഴ മുന്നറിയിപ്പൊക്കെ ഉള്ള ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ. എങ്ങനെയാണ് തിരുവനന്തപുരത്തെ ഒരു കാലാവസ്ഥ ഇപ്പോൾ?
നീലിമ, ഒരു 35 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് താപനില നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും തലസ്ഥാന ജില്ലയിലുള്ളത്. മഴ മുന്നറിയിപ്പൊക്കെ ഉണ്ട്, വേനൽ മഴ കടുക്കുമെന്നുള്ള അറിയിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു സമയം ഒരുപക്ഷെ ഈ അമ്മയുടെ അനുഗ്രഹമാണ് എന്നൊക്കെയാണ് ഇവിടെ ഓരോരുത്തരും പറയപ്പെടുന്നത്. ഇതുവരെ അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ആശങ്കകളൊന്നും ആർക്കും ഉണ്ടാക്കിയിട്ടില്ല. വർഷങ്ങൾക്ക് മുൻപ് കരിക്കകം പൊങ്കാല നടക്കുന്ന ദിവസം വലിയ രീതിയിലുള്ള മഴ പെയ്ത് പൊങ്കാല കലങ്ങളൊക്കെ വെള്ളത്തിലാകുന്ന അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ആശങ്കയൊക്കെ ട്രസ്റ്റ് ഭാരവാഹികൾക്കൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ആ ആശങ്ക നിലവിൽ ഇല്ല എങ്കിൽ പോലും ഭക്തരൊക്കെ സുരക്ഷിതമായി പൊങ്കാല അർപ്പിക്കുകയാണ്. കൊടും ചൂടാണ്, വെയില് വലിയ രീതിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അഗ്നിശമന സേനയുടെ പ്രത്യേക അറിയിപ്പും മുന്നറിയിപ്പുകളും ഉണ്ട്. ഫയർഫോഴ്സിന്റെ പ്രത്യേക യൂണിറ്റ് ഇവിടെ തുടരുന്നുണ്ട്, ആംബുലൻസ് ഉണ്ട്. കാരണം ഈ കൊടും ചൂടിലൊക്കെ മണിക്കൂറുകളോളം നിന്ന് ദർശനം നടത്തുന്ന ആളുകളൊക്കെ കൊഴിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ട്. അവരെയൊക്കെ കൃത്യസമയത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള സംവിധാനം 108ന്റെ ഭാഗത്തു നിന്നുമുണ്ട്. ഒപ്പം തന്നെ സേവാഭാരതി അടക്കമുള്ള സന്നദ്ധ സേവാ പ്രവർത്തകർ ഈ പൊങ്കാലയ്ക്ക് എത്തിയവർക്ക് ചൂടുവെള്ളവും അവർക്ക് വേണ്ടിയിട്ടുള്ള ആഹാര സാധനങ്ങളും എത്തിക്കാനുള്ള തയ്യാറെടുപ്പുകളും ചെയ്തിട്ടുണ്ട്. എന്നാലും വലിയ രീതിയിലുള്ള തിരക്ക് ക്ഷേത്രത്തിൽ തുടരുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ മുമ്പ് സംസാരിച്ച ക്ഷേത്ര ട്രസ്റ്റ് സെക്രട്ടറി അടക്കം സംസാരിച്ചതുപോലെ ഓരോ വീടുകളും കരിക്കകം ക്ഷേത്ര പരിസരമായി മാറുന്ന കാഴ്ചകളാണ്. അവരുടെ വീടുകളൊക്കെ പൊങ്കാലയ്ക്ക് വേണ്ടി ഒഴിച്ചിട്ട് അവരുടെ വീടുകൾ, അവരുടെ പൂജാ റൂമുകൾ, അവരുടെ മുറ്റമൊക്കെ അതിനു വേണ്ടി ഒരുക്കി കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു നാടിൻ്റെ ഉത്സവം അങ്ങനെ ഒരു ഐക്യത്തോടു കൂടി ഒരു ജാതി മതഭേദമന്യേ എല്ലാവരും കൊണ്ടാടുകയാണ്. എന്തായാലും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്കും ഒരു ആത്മസമർപ്പണത്തിലേക്കും ഒപ്പം തന്നെ നിവേദ്യ ചടങ്ങുകളിലേക്കും ഒക്കെ കടക്കുകയാണ് ക്ഷേത്രം. ദേവിയുടെ നക്ഷത്രമായ മീനമാസത്തിലെ മകം നാളിലാണ് പൊങ്കാല. ദേവിയെ കരിക്കകം ദേശത്തേക്ക് കൊണ്ടുവന്ന് തറവാട്ടുമുറ്റത്ത് പച്ചപ്പന്തൽ കെട്ടി പ്രതിഷ്ഠ നടത്തിയ സമയത്ത് സ്ത്രീ ഭക്തജനങ്ങൾ ദേവിക്ക് പന്തൽ മുറ്റത്ത് മൺകലങ്ങളിൽ പായസം തയ്യാറാക്കി നിവേദിക്കുകയുണ്ടായി. പിന്നീടാണ് ഇത് പൊങ്കാലയായി പരിണമിച്ചത്. അങ്ങനെ കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രത്തിലെ 7ാം ഉത്സവ ദിവസമാണ് ഇന്ന് കടന്നുപോകുന്നത്. ഭക്തസഹസ്രങ്ങളാണ് ദേവിക്ക് പൊങ്കാലയർപ്പിക്കാനായി കരിക്കകത്തേക്ക് എത്തിയിരിക്കുന്നത്.